കേരളത്തില് ഏറ്റവും ഫാൻ ബേസ് ഉള്ള ടൂറിസ്റ്റ് ബസ്സുകൾ ഏതൊക്കെയാണ്? അങ്ങനെ ഒരു നാലെണ്ണം പറഞ്ഞാൽ ഒന്ന് വണ്ണസ് ട്രാവൽസ് ഉണ്ട്, കൊമ്പനുണ്ട്, കൊമ്പൻ ഹോളിഡേയ്സ്, ജയഗുരു ഹോളിഡേയ്സ്, ജയഗുരു, ലണ്ടൻ ട്രാവലൈറ്റ്സ്, എന്താ പറയുക, നമ്മുടെ കളർ ചേഞ്ച് വരുത്തതുമായി ബന്ധപ്പെട്ടിട്ട് ടൂറിസ്റ്റ് ബസ്സുകൾക്ക് അത് ബാധിച്ചിട്ടുണ്ടോ അവരെ? ശരിക്കും നല്ല രീതിക്ക് ബാധിച്ചിട്ടുണ്ട്. ഇന്നും കേരളത്തിൽ അറിയാത്തൊരു കാര്യമാണ് വെള്ള നിറം കൊണ്ടാണോ ടൂറിസ്റ്റ് ബസ് അപകടം ഉണ്ടാകുന്നത് എന്നുള്ളത്. വണ്ടികളിൽ KSRTCയിലും മറ്റു വാഹനങ്ങളിലൊക്കെ പതിപ്പിച്ച പരസ്യങ്ങൾ കാണും. അപ്പോഴൊന്നും ശ്രദ്ധ തിരിയുന്നില്ലേ, ടൂറിസ്റ്റ് ബസ്സിൽ നിറങ്ങളുള്ളതുകൊണ്ട് മാത്രമാണോ ഉണ്ടാകുന്നതെന്ന് ചോദിക്കാറുണ്ട്. ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് ബസ് പെർമിറ്റ് എടുക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും എടുത്തൂടെ? എല്ലാ ബസ്സുകാർക്കും എടുത്ത് കളർ മാറ്റാൻ പാടില്ല? 6 ലക്ഷത്തി ചില്ലാൻ രൂപ ഇവർ ടാക്സ് ആയിട്ട് മാത്രം അടക്കുന്നുണ്ട്. 6 ലക്ഷത്തി ചില്ലാൻ രൂപ ഒരു വണ്ടിക്ക് ഒരു വർഷം ടാക്സ് അടക്കണം. 1 വർഷം ടാക്സ് അടക്കണം. അതായത് അതിനുള്ള ഓട്ടോ ഒക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടോ? അതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി ഒരു വണ്ടി ഭ്രാന്തനാണ്. തീർച്ചയായും ഇത് ഏറ്റെടുത്തതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഇതിൽ വന്നേക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വളരെ സന്തോഷമുണ്ട്. നമുക്ക് കുറച്ചും കൂടി നല്ല രീതിക്ക് വാഹനങ്ങളൊക്കെ കാണാനൊക്കെ പറ്റണം എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗണേഷ് കുമാർ സാറിൻ്റെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ്. ടൂർ കഴിഞ്ഞ് പിരിയാൻ നേരത്ത് പിള്ളേർ ബസ്സിലൊക്കെ കരഞ്ഞിട്ടൊക്കെ അതൊക്കെ നമ്മളും ബസ്സും ആ ബസ്സിലെ ഡ്രൈവർ ക്ലീനർ, അങ്ങനെ നമ്മളൊരു ഫാമിലി ആയിട്ടാണ് പോകണം. നല്ല സർവീസ് കൊടുക്കുന്ന വാഹനങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇറങ്ങാൻ നേരത്ത് കരയും.